ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഫിസിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒത്തിരി കുട്ടികൾക്കുള്ള ഒരു ആഗ്രഹമായിരിക്കും CSIR നെറ്റ് ഫിസിക്സ് എഴുതുക, ആ ഒരു എക്സാം എഴുതുക, അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് SRF ഹോൾഡറായ നൈസ്മോൻ സർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാനാണ് സാർ വന്നിരിക്കുന്നത്. സാർ, ഇത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്? നെറ്റ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ CSIR ഒരാൾ പഠിച്ചു തുടങ്ങേണ്ടത് PG സെക്കൻഡ് ഇയർ തൊട്ട് പഠിക്കണം. ഇപ്പം ഞാൻ പഠിച്ചിട്ടില്ല, PG സെക്കൻഡ് ഇയറിൽ ഞാൻ പഠിച്ചിട്ടില്ല. കാരണം നമ്മൾ ആ സമയത്ത് എക്സാം എഴുതാൻ പോകുമായിരുന്നുവെങ്കിലും അത് വെറുതെ എറണാകുളത്തായിരുന്നു സെൻറ്റർ. അപ്പോൾ കൊച്ചി കാണുക, ലുലു മാൾ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു CSIR അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി ആ സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. കാരണം നെറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾക്ക് ടീച്ചിങ് ഫീൽഡിലോട്ടോ റിസർച്ച് ഫീൽഡിലോട്ടോ ഒക്കെ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നെറ്റ് മാത്രമാണ് ഒരു വഴി. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾക്ക് പിന്നെ ഈ കോച്ചിങ്ങും മറ്റ് സെൽഫായിട്ടുള്ള പഠനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ സെക്കൻഡ് ഇയറിലെ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നമ്മളൊരു 4th സെമ്മൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഇയറിലെ പഠിച്ചു തുടങ്ങണം. പിന്നെ സെക്കൻഡ് ഇയറിൽ നമുക്കറിയാം ഒരു 3rd സെമസ്റ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം CSIR സിലബസിലെ ഒരു 75% ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ മാത്തമാറ്റിക്കൽ കംപ്ലീറ്റ് ആവും, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കംപ്ലീറ്റ് ആവും, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അത് കംപ്ലീറ്റ് ആവും, പിന്നെ കോർ ആയിട്ടുള്ള എല്ലാ പേപ്പറുകളും അവിടെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാസ്സാകാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അത് ക്രൂഷ്യലായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ 5 പേപ്പറുകൾ പഠിച്ചാൽ ഒരു നെറ്റ് ലെവലിൽ അയാൾക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. അതും ഏകദേശം 3rd സെം ആകുമ്പോഴത്തേക്ക് അതും കംപ്ലീറ്റ് ആകുന്നുണ്ട്. പിന്നെ 4th ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ കിടക്കുന്നത് നമ്മുടെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഏകദേശം 1st സെമ്മിലും 2nd സെമ്മിലും ഒക്കെ ആയിട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറും മറ്റു കാര്യങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളും ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ പോലത്തെ ടോപ്പിക്കുകളെല്ലാം 1st സെം 2nd സെം ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെയും കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 75 to 80% സിലബസ് ഒരൊറ്റ ഒരു ഇയർ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 1.5 years കൊണ്ട് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3rd സെമ്മിൽ ഇത് സുഖമായി പഠിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ പഠിക്കാത്തതിൻ്റെ പ്രധാന കാര്യം, ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് വരുന്ന ഒരാൾ ഒരു എടുത്താൽ പൊങ്ങാത്ത തറയിൽ ലോഡ് അവർക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ, നെറ്റിന് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ള ഒരു സംശയം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മിടുക്കരായിട്ടുള്ള ആൾക്കാർ, അല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ഇത് പാരലായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അവർ PG കംപ്ലീറ്റ് ആക്കുന്നത് കൂടെ അതിൻ്റെ കൂടെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് അവർ ഇറങ്ങുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. ഇനി അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർ നെറ്റിൻ്റെ ഒരു ഓറിയൻറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞു. അവർക്ക് പിന്നെ ഒരു ഫ്രഷർ തുടങ്ങുന്ന അത്രയും പ്രയാസത്തോടെയോ ഒരു ആകാംക്ഷയോടെയോ ഒരു ടെൻഷനോടെയോ പിന്നെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട ആവശ്യമില്ല. അവരത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെ പ്രോപ്പറായിട്ട് ആ ഒരു വേയിൽ അവർക്കത് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് PGയോടൊപ്പം തന്നെ ഇത് പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി അഥവാ MSc കഴിഞ്ഞു, ഒരു 2 വർഷം ഗ്യാപ്പ് വന്നു, എന്നിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിലോ? MSc കഴിഞ്ഞിപ്പോൾ 1-2 വർഷം ഗ്യാപ്പ് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ഭൂരിപക്ഷം അങ്ങനെ വരുന്നവരാണ്. ഇപ്പം അവർ ചിലപ്പോൾ ചിലർ BEdനൊക്കെ പോകും. BEdന് പോയി കഴിയുമ്പോഴായിരിക്കും അവർക്ക് വെളിപാടുണ്ടാകുന്നത്. നമുക്ക് നെറ്റും കൂടെ നോക്കിക്കളയാം. കാരണം അവർക്കിപ്പം കേട്ടറ്റ് പാസ്സാവും, സെറ്റ് പാസ്സാവും, അതൊക്കെ നമ്മുടെ കൂടെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ സെറ്റൊക്കെ പാസ്സായി കഴിയുമ്പോഴത്തേനും അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, നമുക്ക് നെറ്റിലേക്ക് വന്ന് കളയാം. അപ്പോൾ നെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ആദ്യം വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം വരുന്ന തിരിച്ചറിവെന്ന് പറയുന്നത് മറ്റ് എക്സാം പോലെ അല്ല നെറ്റ് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വരുന്നത്. കാരണം മറ്റ് എക്സാമിന് ഇപ്പോൾ അവസാനം ഒരു 30 ദിവസം കൊണ്ടോ ഒരു 15 ദിവസം കൊണ്ടോ ഒക്കെ പഠിച്ച് നേടുന്നവരുണ്ട്. നമ്മളാണെങ്കിൽ നമുക്ക് സെറ്റിന് ബൂസ്റ്റർ ബാച്ച് ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പം 10 ദിവസം 20 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ 30 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ
30 മണിക്കൂർ കൊണ്ട് അവർക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നും ആകുന്നില്ല. അപ്പം അങ്ങനെ 2 വർഷം ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവരുടെ ബേസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം അവർ മിക്കവാറും ഈ ഫീൽഡിൽ നിന്നായിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ടാവാം, അങ്ങനെ പല ജോലികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പല ഈ ഫിസിക്സുമായി ബന്ധമില്ലാത്ത കോഴ്സുകൾക്കൊക്കെ പോയിട്ട് അവിടുന്ന് വരുന്നവരായിരിക്കും കൂടുതൽ. അപ്പം അങ്ങനെ വരുന്ന ഒരാൾ ആദ്യം തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് അവർക്ക് ബേസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മളിപ്പം നമ്മൾ എത്ര ഡീപ്പായിട്ട് പഠിച്ച ഒരാളാണെങ്കിലും നമ്മൾ 1-2 വർഷം അല്ലെങ്കിൽ 1 വർഷമല്ല, അപ്പോൾ 6 മാസമാണെങ്കിലും നമ്മളത് നോക്കുന്നില്ലെങ്കിൽ, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ആദ്യം ആ ഒരു തിരിച്ചറിവോടുകൂടി വരുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ എനിക്കിതെല്ലാം അറിയാമെന്നുള്ള ഭാവന വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. നമ്മുടെ ഒറ്റ വീക്ക്ലി എക്സാം എഴുതുന്നതോടെ അവർ ഡൗൺ ആയി പോകും. അപ്പോൾ അവരാദ്യം ചെയ്യേണ്ടത്, നമുക്ക് ബേസ് നഷ്ടപ്പെട്ടു, ബേസ് മുതൽ പഠിച്ചു തുടങ്ങണം. അപ്പം നമ്മളിവിടെ പഠിപ്പിച്ചു തുടങ്ങുന്നത് ഏറ്റവും ബേസ് തൊട്ടിട്ടാണ്. നമ്മൾ +2 ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ മുതലാണ് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇവർക്ക് അതുപോലും അറിയാത്തവരുണ്ടാവും, അതുപോലും അറിയത്തില്ലാത്തവരാണ്. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും എന്താന്ന് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നവരായിരിക്കില്ല. എക്സാമിന് വേണ്ടി കുറച്ച് തിയറീസ് പഠിക്കുന്നു, എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നു, കുറച്ച് മാർക്ക് വാങ്ങിക്കുന്നു. പക്ഷെ പ്രോബ്ലം ലെവൽ വരുമ്പോൾ എല്ലാവരും മിസ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? ഞാൻ MG യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ MG PG ക്വസ്റ്റ്യൻ പാറ്റേൺ ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ്? അതെല്ലാം പ്രോബ്ലംസ് വരുന്ന എ പാർട്ട് എന്താണ്? എ പാർട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ട് വരുന്ന അത് പ്രോബ്ലംസ് ആണോ? പ്രോബ്ലംസ് അല്ല. ബി പാർട്ട് എന്താണ്? ബി പാർട്ടാണ് പ്രോബ്ലംസ്. ബി പാർട്ട് പ്രോബ്ലംസ്. എത്ര പ്രോബ്ലംസ് നമ്മൾ എഴുതണം? നമ്മൾ ഒരു 6-8 പ്രോബ്ലംസ് തന്നിട്ടുണ്ടെങ്കിൽ 8 6 എഴുതണം. പിന്നെ സി പാർട്ട്? സി പാർട്ടാണ് എസ്എ പ്രോബ്ലം ആണോ? അല്ല, എസ്എയും ഡെറിവേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് നമ്മൾ മാക്സിമം ചെയ്യുന്നത് 6 പ്രോബ്ലം ആണ്. ഇപ്പം നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന ഒരു പേപ്പർ എക്സാമിന് പോവുകയാണെങ്കിൽ ഈ 6 പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ ഈ 6 നമ്മൾ ചെയ്യുമോ? ഇല്ല, ചെയ്തില്ല. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഏതാണ്? നമ്മൾ ഏറ്റവും ആദ്യം എസ്എ എഴുതും. എസ്എ വാരി വലിച്ച് പേപ്പർ നിറച്ച് നമ്മൾ എഴുതുക. ശരിയല്ലേ? അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ നമ്മുടെ സമയത്തിൻ്റെ പകുതി അവിടെ തീരും. പിന്നെ ബാക്കി സമയം കൊണ്ട് നമ്മൾ പ്രോബ്ലത്തോട് നമുക്ക് പൊതുവെ പേടിയാണ് അല്ലേ? നമ്മൾ ഈ 6 പ്രോബ്ലത്തിൽ അറിയാവുന്ന 3 എണ്ണം ചെയ്താലായി, ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എ പാർട്ടിലോട്ട് പോകും. എ പാർട്ടിൽ മിക്കവാറും നമുക്ക് ഈ പറഞ്ഞ ഒരു 10 എണ്ണം നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. 10 എണ്ണം ഉണ്ടോ ആൻസർ ചെയ്യാൻ? ഞാൻ ഓർക്കുന്നില്ല. 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമായിരിക്കും. ഈ 10 ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരു 10ൽ 8 എണ്ണമാണ് എഴുതേണ്ടത്. അങ്ങനെ അപ്പം ആ 8 എണ്ണത്തെ നമ്മളൊരു 5 അല്ലെങ്കിൽ 6 എണ്ണം നമ്മൾ എഴുതി നമ്മുടെ സമയം അങ്ങ് തീരും. 3 മണിക്കൂറേ സമയമുള്ളൂ. അപ്പം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുമ്പം പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് പ്രോബ്ലം ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നേ ഇല്ല. നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ മിസ് പറഞ്ഞ പോലെ വാരി വലിച്ച് ഡെറിവേഷൻസ് പഠിക്കുന്നു. അപ്പോൾ ഡെറിവേഷൻസ് പഠിക്കുന്നു. അത് എന്താണ്, എങ്ങനെയെങ്കിലും നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ നമ്മൾ പേപ്പറിലേക്ക് പകർത്തി വെക്കുന്നു. എസ്എ ആണ് നമ്മുടെ മെയിൻ ഫോക്കസ് അല്ലേ? 4 എസ്എ 3 എസ്എ എഴുതണം. അപ്പോൾ അതിനാണ് പകുതി മാർക്കും. 3 എസ്ഐക്ക് നമുക്ക് ഏകദേശം ഒരു എത്ര മാർക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ പാസ്സായി. ശരിയല്ലേ? ഒരു എസ്ഐക്ക് ഫുൾ മാർക്ക് കിട്ടുവാണെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എക്സാം അതിൻ്റെ ഒരു ലെവലിൽ നിന്ന് വരുന്ന ഒരാൾ CSIR പോകുമ്പോൾ അവിടെ എസ്ഐയും പ്രശ്നമില്ല, എസ്ഐയും ഇല്ല, ഈ ഷോർട്ട് എസ്ഐയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ് അല്ലേ? ഈ കംപ്ലീറ്റ് പ്രോബ്ലം കാണാത്ത ഒരാൾ ചെന്ന് പെടുമ്പോൾ നീന്തൽ അറിയത്തില്ലാത്ത ഒരാൾ പുഴ ചാടുന്ന പോലെ ഇരിക്കും. അത്രയും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എനിക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ വലിയ സിലബസ് ആണെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഭാഗം മാത്രം നമ്മൾ പഠിച്ച് അതിനകത്ത് നിന്ന് എസ്സേ വരണമെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകും. അതിനകത്ത് നിന്ന് എസ്സേ വന്നാൽ നമ്മൾ എഴുതും, ഇല്ലെങ്കിൽ അതിനകത്ത് നിന്ന് വിടും. നമ്മളതേ ചെയ്യുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എഴുതുക, പേപ്പർ നിറച്ച് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ CSIR ഞാനും എല്ലാവരും ആദ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസ് കാണുമ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും നമുക്കില്ല. അതാണ്
ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഇലക്ട്രോണിക്സിനെ മാത്രം കണ്ടാൽ തിരിച്ചറിയാം അല്ലേ? പക്ഷേ അതും പ്രശ്നമുണ്ട്. ഇലക്ട്രോണിക്സ് ആണോ സോളിഡ് സ്റ്റേറ്റ് ആണോ നമുക്ക് പ്രശ്നമുണ്ട്, അവിടെ ഒരു പ്രശ്നമാണ്. അപ്പം ഇതിൽ ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു എന്ന് അറിയാനുള്ള ബോധം പോലും നമുക്കൊരു PG കൊണ്ട് നമുക്കുണ്ടാകുന്നില്ല. ഇപ്പം ഞാൻ ആദ്യം കോച്ചിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന പ്രോബ്ലം ഇന്ന ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളൊരു ബോധം മനസ്സിലായത്. പിന്നെ വീണ്ടും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. സാറിന് എത്ര നാളെടുത്തു ഇതെല്ലാം കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി? സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഞാൻ 2ാമത്തെ വർഷമാണ്, PG കഴിഞ്ഞ് 2ാമത്തെ വർഷമാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യം കോച്ചിങ്ങിന് പോയി, അത് കഴിഞ്ഞ് പിന്നെ വന്നു. കോച്ചിങ്ങിന് ക്ഷീണം മാറ്റാൻ ഞാൻ ഒരു കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞും ആ സമയത്ത് ഞാൻ തന്നെ ഇരുന്ന് പഠിക്കാമെന്നുള്ള അഹങ്കാരത്തോടെയാണ് ഞാൻ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തത്. പക്ഷേ അന്നാണ് എനിക്ക് മനസ്സിലായത് തന്നെ ഇരുന്ന് പഠിച്ചാൽ ഒന്നും ആകില്ല എന്ന് മനസ്സിലായത്. അതായത് ഇതിനു മുമ്പ് കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ച അത്രയും പോലും എനിക്ക് തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പഠിപ്പീര് അവിടെ നിർത്തിയിട്ട് വീണ്ടും ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പോൾ ആ സമയത്താണ് 2ാമത്തെ കോച്ചിങ്ങിനാണ് എനിക്ക് JRF കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും സമയം എനിക്കെടുത്തു. PGക്കാണെങ്കിലും ഞാൻ 3rd സെം മുതൽ എഴുതുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ 3rd സെമ്മിൽ എഴുതുന്നത് കൂട്ടുകാരുടെ കൂടെ കൊച്ചി കാണാൻ വരിക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇത്രയും വ്യത്യാസമുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവൽ പഠനവും CSIRന്റെ പഠനവും തമ്മിൽ. അത്രയും കാര്യമായിട്ട് നമ്മൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് CSIR ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ പ്രധാന പോയിന്റ്. സാർ ഇപ്പം 2-3 തവണ എഴുതിയപ്പോൾ ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു? കൂടിയാണോ വരുന്നത്? ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2010 മുതലുള്ള ഇപ്പോഴത്തെ പാറ്റേൺ എന്ന് പറയുന്നത് 2010 മുതൽ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതിന് മുമ്പ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അപ്പോൾ 2010 മുതൽ 2018 വരെ അതിൻ്റെ നമ്മൾ ചുമ്മാ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ അതൊരു ബെൽ ഷേപ്ഡ് കർവ് എന്ന് നമുക്ക് പറയാം. കാരണം ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുവാണ്. 2018 വരെ കൂടി, പിന്നെ 2018-19 ആ സമയത്തൊക്കെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ലെവൽ താന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ തവണത്തെ എക്സാമിനൊക്കെ ആണെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഹയർ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കുറവാണ്. അത് ക്ലിയർ ചെയ്യുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. ഇപ്പോൾ പാസ്സാകുന്നവർ തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒക്കെ നോക്കും. നമ്മുടെ സ്റ്റുഡൻസ് അല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ഫിസിക്സ് പാസ്സാകുന്നുണ്ട്. പക്ഷേ ആരുടെയും ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ എല്ലാ സബ്ജക്റ്റും വെച്ച് നോക്കുമ്പോൾ ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫിസിക്സ് പ്രയാസമാണ്. ഫിസിക്സ് പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും പ്രയാസമുള്ളത് മാത്തമാറ്റിക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. പിന്നെ 2ാമത്തെ ഡിഫിക്കൽട്ടിയാണ് നമ്മുടേത്. ഇപ്പം മാത്തമാറ്റിക്സുകാർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവർക്ക് വൈ എന്നൊരു ചോദ്യം വരുന്നില്ല. അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ പോലും നമ്മളോട് ചോദിക്കുന്നത് സെക്കൻഡറി ലെവൽ, ടേർഷ്യറി ലെവൽ ആപ്ലിക്കേഷൻ പോലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ എക്സാമിനെ കുറച്ചുകൂടി ട്രിക്കി ആക്കുന്നുണ്ട്. അപ്പോൾ ട്രിക്കി ആയിട്ടുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ടോപ്പ് വരുന്നത്. അപ്പം ആ ട്രിക്ക് മനസ്സിലാക്കുക, അവർ നമ്മളെ കബളിപ്പിക്കുന്നത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക, പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഇത്ര ഉണ്ട് എന്നുള്ള കാര്യവും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് പ്രിപ്പയർ ചെയ്യേണ്ട, അതിന് നമുക്ക് പ്രതിരോധിക്കാനൊരു മാർഗം വേണമല്ലോ. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയും നമുക്കതിനനുസരിച്ച് മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വെറുതെ കാണാതെ പഠിച്ചതുകൊണ്ടോ, ഇപ്പോൾ BGക്ക് നമ്മൾ ഡെറിവേഷൻ പഠിക്കുന്നത് പോലെ ലെറ്റ് DX = ഇത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കാണാതെ പഠിക്കുന്നത് കൊണ്ടോ, ഇപ്പം ഞാനെപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, നമ്മളിപ്പം 1,00,000 പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് പോയാലും ഈ 1,00,000 പ്രോബ്ലത്തിൽ നിന്ന് ചിലപ്പം 2 പ്രോബ്ലം 3 പ്രോബ്ലം ആയിരിക്കും നമ്മൾ കണ്ടത് ഏകദേശം വരുന്നത്. ഈ 1,00,000 പ്രോബ്ലം ചെയ്തു, ഈ 75 പ്രോബ്ലം വന്നത് ഈ 1,00,000 നിന്നാണെങ്കിൽ അപ്പം നമ്മൾ അകത്ത് പോകും. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്നുള്ള ഇത് വരും. അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിനേക്കാളും പ്രയാസമുള്ളതോ അല്ല ഇതുപോലെയുള്ളതോ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നുള്ളത് പരിചയിക്കാൻ മാത്രമാണ്. ഒരു ഫെമിലിയറൈസേഷൻ മാത്രമാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് തന്നെ വരും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. വന്നാൽ വെൽ ആൻഡ് ഗുഡ്, വന്നില്ലെങ്കിൽ അതൊരു അനുഭവം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു പ്രാക്ടീസ് എന്നുള്ളത് നിലയ്ക്കാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ദുരന്തത്തിനെ മുൻകൂട്ടി കണ്ട് നമ്മളത്
അതിനുവേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തട്ടിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലംസ് മാക്സിമം എത്രയും പ്രോബ്ലംസ് ചെയ്യുന്നോ അത്രയും നമ്മൾ വിജയത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡിഫിക്കൽട്ടി ലെവൽ. ഇപ്പം ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുമ്പോൾ മുഴുവൻ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിജയം. ഓക്കെ. ഇപ്പോൾ ഈ ഒരു എക്സാമിന് പാർട്ട് ബിയും സിയും ആണല്ലോ നമുക്ക് സബ്ജക്ട് ബേസ്ഡ് വരുന്നത്. അതെ. അപ്പോൾ പാർട്ട് എ പൊതുവെ എല്ലാവരും അങ്ങ് തഴയുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ പാർട്ട് എയും ഇതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? പാർട്ട് എ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിയാൻ ഏറ്റവും ഒരു നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ഫസ്റ്റ് ടൈം നെറ്റ് ക്വാളിഫൈ, ഞാൻ ആദ്യം കോച്ചിങ്ങിന് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ കോച്ചിങ്ങിന് പോയിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയത് 1.5 മാർക്സിനാണ്. അപ്പോൾ എനിക്ക് അന്ന് പാർട്ട് എയിൽ കിട്ടിയത് 5 മാർക്കാണ് എനിക്ക് പാർട്ട് എക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരു 2 പ്രോബ്ലം എങ്ങനെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് 1.5 മാർക്സ് എനിക്ക് നെറ്റ് കിട്ടിയേനെ ഫസ്റ്റ് ടൈമിൽ. JRF കിട്ടില്ല, നെറ്റിൻ്റെ ലെവൽ. സെക്കൻഡ് ടൈം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് 13 മാർക്ക് കിട്ടി. എനിക്ക് പാർട്ട് എയിൽ 13 മാർക്ക് കിട്ടി. എനിക്ക് ബിയും സിയും വെച്ച് നോക്കുമ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, എനിക്ക് പാർട്ട് എ സോൾവ് ചെയ്യാനായിട്ട് സ്കില്ല് കുറവുള്ള ആളാണ് ഞാൻ. അപ്പം എനിക്ക് ആ ബോധം എനിക്കുണ്ട്. അപ്പം ഞാൻ പാർട്ട് എക്ക് കൂടുതൽ സമയം ചിലവഴിക്കുകയോ പാർട്ട് എ കൊണ്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ച ആളല്ല ഞാൻ. കിട്ടുന്ന പ്രോബ്ലംസ് പാർട്ട് എയിൽ നിന്ന് ചെയ്യുക. എനിക്ക് ആ സമയത്ത് എന്നെ പഠിപ്പിച്ച ആൾക്കാരാണെങ്കിലും അവരാണെങ്കിലും എനിക്കറിയത്തില്ല, എനിക്ക് പാർട്ട് എയിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ല, ഒരു ബുദ്ധി എനിക്കില്ല. ഇപ്പോൾ റീസണിങ് ആണെങ്കിലും ലോജിക്കൽ തിങ്കിങ് ആണെങ്കിലും എനിക്കത് ആ സമയത്ത് എനിക്കത് കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയാണ്, അങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കിട്ടിയാലേ നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് കുറവാണ്. എനിക്ക് 13 മാർക്കാണ് ഞാൻ പാസ്സായ JRF കിട്ടിയ എക്സാമിന് എനിക്ക് കിട്ടിയ 13 മാർക്ക്. അപ്പം എനിക്ക് 108 മാർക്കും കണ്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അപ്പം ഡിഫിക്കൽട്ടി ലെവൽ മുമ്പേ ചോദിച്ച ചോദ്യമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. എനിക്ക് JRF കിട്ടിയത് 108 മാർക്കാണ്. ഇപ്പോൾ നെറ്റ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ കട്ട് ഓഫ് എത്രയാണ്? 53.33%. അപ്പം 100-ൽ കൂടുതലാണ് നെറ്റിന് തന്നെ. അപ്പം JRF അതിലും കൂടും. ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസവും കൂടി ഇപ്പോഴത്തെ എക്സാമിനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് പാർട്ട് എ എന്ന് പറയുന്നത് നമ്മളങ്ങനെ തഴയേണ്ട സാധനമല്ല. പാർട്ട് എയിലെ ചിലപ്പം നമുക്കറിയത്തില്ല, നമ്മളെ ചിലപ്പോൾ പാർട്ട് സിയിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ മിസ്റ്റേക്കിനെ ഓവർകം ചെയ്യാൻ പാർട്ട് എയിലെ മാർക്ക് കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. അപ്പോൾ പാർട്ട് എയും ബിയും സിയും തുല്യമായി നമ്മൾ കാണണം. പക്ഷേ പാർട്ട് എക്ക് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കാൻ പാടില്ല. പാർട്ട് എയും ബിയും കൂടി ഞാൻ പിള്ളേരോട് പറയുന്നത് 1.5 മണിക്കൂർ, എയും ബിയും കൂടി 1.5 മണിക്കൂർ. അതിൽ പാർട്ട് എ നിങ്ങൾ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കണം. 1 മണിക്കൂർ പാർട്ട് ബിക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. ബാക്കിയുള്ള 1.5 മണിക്കൂർ പാർട്ട് സിക്ക് കൊടുക്കണം. പിന്നെ പാർട്ട് സി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നേരത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലോട്ട് ബാക്കി സമയം കൊടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പാർട്ട് സി ആണ് നമ്മൾ ഏറ്റവും ഡിസൈഡിങ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അപ്പം അത് ഡിഫിക്കൽട്ടി ലെവലും കൂടുതലാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പാർട്ട് സിക്ക് 1.5 മണിക്കൂർ, ഹാഫ് ഓഫ് ദി ടൈം പാർട്ട് സിക്ക് നമ്മൾ കൊടുക്കണം. പാർട്ട് എക്കും ബിക്കും കൂടി കമ്പൈൻഡ് ആയിട്ട് ബാക്കി പകുതി കൊടുക്കുക. അങ്ങനെ ടൈം മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു എക്സാം നമുക്ക് കിട്ടുള്ളൂ. അല്ല, ആദ്യമൊക്കെ ഞാൻ MSc പഠിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ചെയ്യാൻ അറിയാവുന്ന പാർട്ട് എ മാത്രമാണ്. കാരണം പല പാറ്റേണാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നത്, ഏത് പാറ്റേണാണ് നമുക്കറിയാവുന്ന. അപ്പം ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഈ പാർട്ട് എ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പാർട്ട് ബിയും സിയും നോക്കാൻ പോലുള്ള ആരോഗ്യം എനിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് നോക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലല്ലോ, നമുക്കറിയത്തില്ലല്ലോ സംഭവം എന്താണെന്ന് അറിയത്തില്ലല്ലോ. MSc പഠിക്കുമ്പോൾ നെറ്റ് എല്ലാവരും എഴുതുന്നു, അപ്പോൾ പോയി എഴുതുന്നു, കൂട്ടിന് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിയും സിയും വായിക്കാനുള്ള ആ ഒരു ടൈം പോലും എല്ലാവരും എടുക്കുക. എ ആകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണല്ലോ, എ ഫുള്ള് അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ആ 3 hours എയ്ക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് വെറുതെ അങ്ങ് ഇട്ടിട്ട് പോകാനും പറ്റില്ല. അല്ല, അപ്പൊ നമ്മൾ നെഗറ്റീവിനെ പറ്റി ബോധമല്ലല്ലോ, എന്തായാലും കിട്ടത്തില്ല എന്ന് നമുക്കറിയാം. അതെ, അപ്പൊ പിന്നെ ഒരു അപ്പൊ നമ്മൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ധൈര്യപൂർവ്വം അറ്റൻഡ് ചെയ്യണം. അതെ അതെ. അപ്പോൾ പാർട്ട് എ അങ്ങനെയാണ് ഞാൻ കണ്ടു. പക്ഷേ പാർട്ട് എ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും പാർട്ട് എ എളുപ്പമാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ എന്താണ് അതിനകത്തുനിന്ന് ഒരു ഫുൾ സ്കോർ, അല്ലെങ്കിൽ അവർ നമുക്ക് അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ആണോ ചെയ്യാൻ പറ്റും, 15 ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യനും നമുക്ക് ചെയ്ത് നെഗറ്റീവ് ഇല്ലാതെ, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ ആണെങ്കിലും അത്രയും ചെയ്ത് നെഗറ്റീവ് ഇല്ലാതെ ആ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ പിന്നെ പാർട്ട് ബിയിലോ പാർട്ട് സിയിലോ
ഇൻ കേസ് ഇനി നെഗറ്റീവ് വരുവാണെങ്കിൽ നമുക്ക് അത് ഇവിടുന്ന് ഓവർകം ചെയ്യാൻ പറ്റും. അതാണ് പാർട്ട് എ. പിന്നെ MSCയുടെ മാർക്കും ഈ CSIR നെറ്റ് അല്ലെങ്കിൽ JRF ക്ലിയർ ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. കുറെ പേർക്ക് ഒരു സംശയമായിരിക്കും, എനിക്ക് MSC തീരെ മാർക്ക് കുറവാണ്, അപ്പൊ എനിക്ക് CSIR നെറ്റ് എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഹൈ റാങ്ക് ഉള്ള കുട്ടി, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, അവർക്ക് എന്തായാലും CSIR നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ, അതോ ആ മാർക്കും ഈ എക്സാമിന്റെ മാർക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ എന്താ വഴി? അതിന് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവലിൽ മാർക്ക് കിട്ടുന്നത് ഭൂരിപക്ഷവും കാണാതെ പഠിക്കുന്നവർക്കാണ് അല്ലേ. ഇപ്പം ഞാനും എൻ്റെ കോളേജിൽ പേപ്പർ നോക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം നമ്മളൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ആൺകുട്ടികൾ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഞാൻ അങ്ങനെ ജെൻഡർ ഡിഫറൻസ് കാണുമല്ല, ഭൂരിപക്ഷം പെൺകുട്ടികളും അവർ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കൊടുക്കാൻ തോന്നും. ഭൂരിപക്ഷം പെൺകുട്ടികളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ആൺകുട്ടികളും പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ലയെന്നല്ല. അപ്പം ജെൻഡർ പോട്ടെ, ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം മാർക്ക് ഇട്ട് കൊടുത്തു പോകും. നമ്മൾ ആ മിസ്റ്റേക്കിനെ ഇഗ്നോർ ചെയ്തിട്ട് ശരി നമുക്ക് ഫുൾ മാർക്ക് നമ്മൾ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് അര മാർക്ക് കുറച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ടോട്ടൽ മാർക്ക് വരുമ്പോൾ അയാൾക്ക് മിക്കവാറും 90%, 95% മാർക്കുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം കുറേ കോളേജുകളൊക്കെ ഓട്ടോണമസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പിള്ളേർക്ക്. PEക്കൊക്കെ നല്ലപോലെ മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പേപ്പർ വളരെ വേഴ്സ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് മാർക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നുകയില്ല അല്ലേ. നമ്മൾ അതിനകത്ത് നിന്ന് ഉത്തരങ്ങളൊക്കെ ഞാനെപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, കോഴി ചാണകം ചകയുന്ന പോലെ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. നമ്മുടെ ജോലിയാണ് ഉത്തരം ഇതിനകത്ത് ഇവനെ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും മാർക്ക് കുറവായിരിക്കും. പക്ഷെ അവർ വളരെ മികച്ച രീതിയിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും പറയുന്നതാണ്, MSCക്ക് ഒരു 90-95% മാർക്കുള്ള ഒരാൾ വളരെ മൂളിയായിരിക്കും MSC നെറ്റ് പാസ്സാകുന്നത്. ഒരു പാസ്സാകാനുള്ള ചാൻസ് കുറവാണ്. ഇനി മാർക്ക് കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടുതലായിരിക്കും. കാണാൻ പഠിക്കുന്ന സ്കിൽ അവർക്ക് കുറവാണ്, പക്ഷേ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവർക്ക് കൂടുതലാവും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രോബ്ലത്തിന് പല വഴികൾ ആലോചിക്കാൻ പറ്റും. ഇപ്പം ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബ് ഏറ്റവും മടിയനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, അവന് ആ ജോബ് ഏറ്റവും വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനുള്ള വഴി അവൻ കണ്ടുപിടിക്കുമെന്ന് പറയുന്ന പോലെ ഇവന്മാർ കുറച്ച് ഉഴപ്പായിരിക്കും. മാർക്ക് കുറവുള്ള ആൾക്കാർ കുറച്ച് ഉഴപ്പായിരിക്കും. എന്നാൽ അവർക്ക് ഈ പറഞ്ഞ പല സ്കില്ലുകളുണ്ട്. മാർക്ക് കൂടുതലുള്ളവർക്ക് കൂടുതലുള്ള സ്കില്ലെന്ന് പറയുന്നത് കാണാൻ പഠിക്കാനുള്ള സ്കില്ലാണ്, പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് അവർക്ക് കൂടുതൽ. അപ്പോൾ അവരെയൊക്കെ നമ്മളൊരു പ്രസൻറ്റേഷൻ വിടുവാണെങ്കിൽ, ഒരു പ്രസൻറ്റേഷൻ കോമ്പറ്റീഷനൊക്കെ വിടുവാണെങ്കിൽ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ അവർ പ്രസൻറ്റ് ചെയ്യും. വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പിഴവ് പോലും ഇല്ലാതെ അവർ ചെയ്യും. പക്ഷേ ഈ ഉഴപ്പന്മാരെ അങ്ങ് വിട്ടു നോക്കിയേ, അവർ ഷാബി ആയിരിക്കും, അവരുടെ പ്രസൻറ്റേഷനൊക്കെ കുറച്ച് അഴകുഴമ്പൻ രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്ക് ഇങ്ങനത്തെ സ്കില്ലുകളൊക്കെ കൂടുതലാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല്, അതിൻ്റെ ടാക്ടിക്സ് ഡിവൈസ് ചെയ്യാനുള്ള സ്കില്ല്, അതൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ MSCയുടെ മാർക്കും നെറ്റ് പാസ്സാകും തമ്മിൽ അങ്ങനത്തെ കണക്ഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഹയർ മാർക്കുള്ളവരും പാസ്സാകുന്നുണ്ട്, പക്ഷേ അവർക്ക് പാസ്സാകാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അല്ലാത്തവർ വളരെ ഈസി ആയിട്ട് പാസ്സാകുന്നുമുണ്ട്. അപ്പം കുറച്ച് സപ്ലി ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ. PGക്ക് സപ്ലി ഉണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ സപ്ലിയൊക്കെ എഴുതിയായിരിക്കും പാസ്സാകുന്നത് കുറച്ച് ആൾക്കാർ. അപ്പോൾ അങ്ങനെ പാസ്സാകുന്ന ആൾക്കാർ അവർക്കൊക്കെ ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാവോ, നെറ്റ് കിട്ടിയിരിക്കും. സ്കില്ലാണ് ഇതിനകത്ത് ആവശ്യമുള്ളത്. കാണാൻ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് പ്രശ്നമാണ്. അവർ ഒന്ന് വേർക്കും. അവർ ആ സ്കില്ല് അവർ മനഃപൂർവ്വം കളഞ്ഞ് ഈ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയുള്ള സ്കില്ല്, പ്രോബ്ലംസ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇങ്ങനത്തെ സ്കില്ലുകളൊക്കെ അവർക്ക് പിന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ആ ഒരു സമയം അവർക്ക് കൂടുതൽ എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരും. എക്സ്ട്രാ ബേർഡൻ അവർ ഇടേണ്ടി വരും. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻബോൺ ആയിട്ട് ആ ടാലൻ്റ് ഉണ്ട്. സപ്ലിയൊക്കെ വന്നതേ ഉള്ളൂ. സപ്ലി വന്നതിൻ്റെ കാര്യം ഇതാണ്, അവർക്ക് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ അറിയത്തില്ല, അവരെങ്ങനെയോ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. ചിലപ്പോൾ അവർ മനഃപൂർവ്വം ഉഴപ്പിന്ന് ഇരിക്കും, അവർക്ക് ഇഷ്ടമില്ലാത്ത പേപ്പറുണ്ട്,
ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 4th സെമസ്റ്ററിൽ നാനോ ടെക്നോളജി എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് സാധനം ഇഷ്ടമല്ല. അപ്പം ഞാൻ മനഃപൂർവ്വം ഞാൻ ഉഴപ്പിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരെണ്ണം ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പേപ്പറൊക്കെ ഉണ്ട്. MG യൂണിവേഴ്സിറ്റി പഠിച്ചവർക്കറിയാം. ഓട്ടോണമസ് അല്ലാതെ ആകുന്നതിന് മുമ്പുള്ള കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ 2 പേപ്പർ ഞാൻ ഉഴപ്പിയാണ് എഴുതിയത്. കറക്റ്റ് പാസ്സാകാനുള്ള മാർക്ക് എനിക്കുള്ളൂ ഈ 2 പേപ്പർ. പക്ഷേ ഇത് നെറ്റിന് ആവശ്യമുണ്ടോ? ഇല്ല. ഈ 2 സാധനങ്ങളും നെറ്റിന് നമുക്കൊരാവശ്യമില്ല. പിന്നെ വേറൊരു പേപ്പറുണ്ട്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അത് ഇത് രണ്ടും ഒന്നാണ്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ടും ഒരു പേപ്പറാണ്. അപ്പോൾ ഈ 2 പേപ്പറും ഞാൻ പിന്നെ നാനോ ടെക്നോളജി ഈ 2 പേപ്പർ ഞാൻ പഠിച്ചിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് കേട്ടത് എന്തോ അല്ലെങ്കിൽ നോട്ടോ എവിടുന്നൊക്കെ എന്തൊക്കെയോ വായിച്ചിട്ട് പോയി പരീക്ഷ എഴുതി കറക്റ്റ് പാസ്സാകാനുള്ള മാർക്ക് മേടിച്ചു. എങ്ങനെയോ ഈ പറഞ്ഞ മലബാർ ഭാഷ പറയുകയാണെങ്കിൽ എങ്ങനെയോ കഴിച്ചിലായി പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് എഫർട്ട് ഇട്ടിട്ടില്ല. അപ്പം പക്ഷേ മിടുക്കന്മാരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഈ പറഞ്ഞ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുള്ള ആൾക്കാർ അവർ കോർ പേപ്പർ നന്നായിട്ട് പഠിക്കണം, നെറ്റിനുള്ള പേപ്പറുകൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ ഇതിനകത്ത് വേറൊരു മാർക്കിൻ്റെ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ ഇത് കഴിഞ്ഞ് കോളേജിലോട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴാണ് 80 to 100% മാർക്കുള്ള എല്ലാവർക്കും ഒരേ സ്ലാവിലാണ് മാർക്ക്. നമ്മൾ 80% മുകളിൽ ഒരു 75% മുകളിൽ എപ്പോഴും മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ആ ഒരു കാര്യം കൂടി ഉണ്ട്. PG കുഴപ്പുകയും നെറ്റിന് മാത്രം പഠിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുമ്പം ഈ ഒരു കാര്യം കൂടി എപ്പോഴും ഉറപ്പ് വരുത്തണം. നമുക്കൊരു 75% മുകളിൽ മാർക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൽ നമുക്ക് കിട്ടും. അവരുടെ ക്വാളിഫിക്കേഷൻ മാർക്ക് നമ്മൾ ഉണ്ടല്ലോ. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കിലും കൂടി PG 75 എന്ന് പറഞ്ഞാൽ അതൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാർക്ക് ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കോളേജുകളെല്ലാം ഓട്ടോണമസ് ആയി കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർക്കെല്ലാം മാർക്ക് അങ്ങ് വാരിക്കോരി കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ പറയാം, ഇപ്പം ഞങ്ങൾ എൻ്റെ കോളേജിൽ ഞാൻ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയാമായിരുന്നു. ഇപ്പം കാരണം കഴിഞ്ഞ വർഷമാണ് എൻ്റെ കോളേജിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ടായത്. അപ്പോൾ അതിൽ ഒരു എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു. ഒരു കൊച്ച് അവിടെ അവരുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നു. ആ കൊച്ചിന് 58% മാർക്കേ ഉള്ളൂ. 58% മാർക്കേ ഉള്ളൂ ആ കൊച്ചിന്. പക്ഷേ AICTE നോംസ് പ്രകാരം 60% മാർക്ക് വേണം ആ കൊച്ചിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ. 2% റിലാക്സേഷൻ അവർക്ക് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ 58% മാർക്കുള്ള ഈ കൊച്ചിനെ ഞങ്ങൾ എടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നറിയാൻ വേണ്ടി അവർ ഞങ്ങളെ വിളിച്ചു. കാരണം എവിടെയാണ് നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളെ വിളിക്കുമല്ലോ. അപ്പോൾ ആ കൊച്ചിനെ ഞങ്ങൾ വിളിച്ചു. അപ്പം ഞങ്ങൾ പറയുക ഇപ്പോൾ ഈ കൊച്ചിന് 58% മാർക്കേ ഉള്ളൂ. ഈ കൊച്ച് വേറെ ഏതെങ്കിലും ഒരു കോളേജിലായിരുന്നു പഠിച്ചിരുന്നെങ്കിൽ ഈ 58 എന്നുള്ളത് മിക്കവാറും ആ കൊച്ചിന് 70% മാർക്ക് കണ്ടേനെ. പക്ഷെ നമ്മൾ കറക്റ്റ് നമുക്ക് മാർക്ക് ഇടുന്നതിന് റൂബ്രിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് മാർക്ക് ഇടുന്നത്. എല്ലാ കോളേജുകളും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവരൊക്കെ മാർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനും നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് മാർക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ മിസ് പറഞ്ഞ 75% മാർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 75% മാർക്ക് എന്ന് പറയുന്നത് നല്ലതാണ്. അവർക്ക് 75% ഉണ്ടെങ്കിൽ അതിനുള്ള വാല്യൂ, അതിനുള്ള വർത്ത് അയാൾക്കുണ്ട് എന്നുള്ളതാണ് അതിന് മീനിങ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലേത്, മാർക്ക് അങ്ങ് കൊടുക്കുകയാണ്, വെറുതെ മാർക്ക് കൊടുക്കുക. അപ്പം അങ്ങനെ മാർക്ക് കൊടുക്കുമ്പോഴത്തേനും ആ മാർക്കിനുള്ള വാല്യൂ ആ കുട്ടിക്ക് ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഈ മാർക്കിനുണ്ട്. അപ്പോൾ ഒരു ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കും അങ്ങനെ മാർക്ക് കുറഞ്ഞ ആളും കൂടിയ ആളും തമ്മിൽ, പക്ഷെ അവരുടെ വാല്യൂ നോക്കുമ്പോൾ അപ്പോൾ അതിനുള്ള ഒരു ഇന്റർവ്യൂ നടത്തി നോക്കി കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം, അറിയാം. അപ്പോൾ സർ, ഈ CSIR നെറ്റിന്റെ എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? അത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പം കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസും എനിക്കിത് പറയാൻ പറ്റുന്നത് എൻ്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഈ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ വേറെ കേട്ട കഥകളിൽ നിന്ന് പറഞ്ഞതല്ല. കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം കോച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അഹങ്കാരം തന്നെ പഠിക്കാം. കാരണം ആദ്യം കോച്ചിങ് എടുത്ത സ്ഥലത്തെ നോട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ ഗൈഡ് പോലത്തെ എന്തെങ്കിലും ബുക്കുകളൊക്കെ മേടിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ഓൺലൈനായിട്ടാണെങ്കിലും ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് കിട്ടും, അത് സോൾവ് ചെയ്താൽ. പക്ഷെ ഞാൻ ആ സമയത്ത് ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ പരീക്ഷ വന്നപ്പോഴത്തേക്കും ഞാൻ ഏതാണ്ട് 3 പേപ്പറും കണ്ടാണ് ഞാൻ ഏകദേശം ഒന്ന് പഠിച്ചൊപ്പിച്ചത്. 3 പേപ്പറും കണ്ടാണ് ഞാൻ പഠിച്ചൊപ്പിച്ചത്.
ക്വാണ്ടം പഠിച്ചു, മാത്തമാറ്റിക്കൽ പഠിച്ചു, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിച്ചു. ബാക്കി 7 പേപ്പറും എന്നെ സംബന്ധിച്ച് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആദ്യത്തേതിനേക്കാൾ വമ്പൻ പരാജയമാണ് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായത്. തന്നെ ഇരുന്ന് പഠിച്ചാൽ നമ്മൾ വേറെ ആരോടും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ, വേറെ ആരെയും നമ്മൾ കാണുന്നില്ല. കോമ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു മത്സരമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം. ഇപ്പം ഞാനും മിസ്സും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു കോച്ചിങ്ങിന് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറയും, ഒരു പരീക്ഷയ്ക്ക് മിസ്സിന് മാർക്ക് കൂടുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും മിസ്സിന് മാർക്ക് കൂടുതൽ കിട്ടിയത്, അല്ലേ? നേരെ തിരിച്ചാണെങ്കിലും മിസ്സും ചിന്തിക്കും എന്തുകൊണ്ട് അവന് മാർക്ക് കൂടുതൽ കിട്ടി, അല്ലേ? അപ്പം അത് മനുഷ്യത്വമായിട്ടുള്ള കാര്യമാണ്, മാനുഷികമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൂടുതൽ നമ്മൾ പഠിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു മത്സരബുദ്ധി നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ആ ഒരു മത്സരബുദ്ധിയോടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെല്ലാ ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോഴാണ്. ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ വീക്ക്ലി എക്സാം നടത്തുന്നുണ്ട്. ഈ വർഷം ഈ പ്രാവശ്യം മുതൽ ആദ്യമേ തന്നെ നമ്മൾ 2 വീക്ക്ലി എക്സാം നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമല്ലോ, ഗ്രൂപ്പിലിടും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ പിള്ളേർക്ക് എന്ത് വിചാരിക്കും, ആ കൊച്ചിന് എങ്ങനെ ഫസ്റ്റ് കിട്ടി, ഞാൻ എങ്ങനെ 7ാമതായി, ഞാൻ എങ്ങനെ 15ാമതായി, ഞാൻ എങ്ങനെ 50ാമതായി, ഇങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ ഈ 50 കിട്ടിയ ആൾ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ പഠിച്ച് ചിലപ്പോൾ 45 ആവും. അത് അയാളെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയാണ്. ഇനി 45 കിട്ടിയാൽ വീണ്ടും കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 30 ചിലപ്പോൾ 20 അങ്ങനെ പോകും. ഏതെങ്കിലും ഒരു തവണ പഠിച്ചില്ലെങ്കിൽ ഈ 20 എന്നുള്ള നേരെ അടിച്ച് താഴേക്ക് പോരും. അപ്പോൾ ഇങ്ങനൊരു കമ്പാരിസൺ എപ്പോഴും നമുക്ക് ഒരു കോച്ചിങ്ങിലൂടെ നല്ലതാണ്. പിന്നെ കോച്ചിങ്ങിൽ വേറൊരു ഗുണമെന്ന് പറയുന്നത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എവിടെയൊക്കെ പരതി എന്ന് പറഞ്ഞാലും, ഇപ്പം ഡാർക്ക് വെബിൽ പോയി പരതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടത്തില്ല. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ പക്ഷേ കോച്ചിങ് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ മാക്സിമം റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ കോച്ചിങ്ങിന് കൊടുക്കാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെയുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ക്ലാസ്സിൽ ലൈവിൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, പ്രാക്ടീസിന് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ റിസോഴ്സസ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ചാൽ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്പീഡാണ്. ഇപ്പോൾ പ്രോബ്ലത്തിന് ചെയ്യാൻ സ്പീഡ് വേണം, പഠിക്കാനും സ്പീഡ് വേണം. നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ വിചാരം ദിവസത്തിന് 24 മണിക്കൂറുണ്ട്, മാസത്തിന് 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസമുണ്ട്, അല്ലേ? നമ്മളിന്ന് മൾട്ടിപ്ലൈ ചെയ്യും, ഇത്രയും മണിക്കൂറുണ്ട്, ഇത്രയും മണിക്കൂറിൽ പകുതി ഞാൻ പഠിച്ചാൽ പോലും എനിക്ക് എന്തോ നേടാം എന്നുള്ള ഭാവമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആകുകയില്ല. നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ചാൽ നമ്മൾ ഭയങ്കര സ്ലോ ആണ്. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്. അപ്പോൾ ഫാസ്റ്റായിട്ട് പഠിക്കാനും ക്വസ്റ്റ്യൻ കൂടുതൽ കിട്ടാനും ഒരു മത്സരബുദ്ധി ഉണ്ടാവാനും പിന്നെ ട്രിക്കുകൾ നമുക്ക് തന്നെ ഇരുന്ന് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ ട്രിക്കുകൾ, നമ്മളെ ഉദ്ദേശം പഠിക്കുക എന്നുള്ളതാണ്, ട്രിക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പക്ഷേ കോച്ചിങ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ട്രിക്ക് പഠിപ്പിച്ച് കുട്ടികളെ കുറച്ച് ആദ്യം പഠിപ്പിക്കുക, കോൺസെപ്റ്റ് പഠിപ്പിക്കുക, പിന്നെ അതിൻ്റെ ട്രിക്ക് പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ JR വിക്ടറി ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എന്താണ്, ഇത്തവണ കുറച്ചുകൂടി ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ളൊരു കോച്ചിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വാസ്തവത്തിൽ പറയുവാണെങ്കിൽ കുട്ടികളെ പ്രോബ്ലം ചെയ്ത് പീഡിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വിക്ടറി ബാച്ചിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം നമ്മൾ അതിനകത്ത് വർക്കൗട്ട് കൂടുതൽ ചെയ്യിപ്പിക്കുക, കുട്ടികളെ കൂടുതൽ വർക്കൗട്ട് പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുക, കൂടുതൽ പ്രോബ്ലത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുക. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പിള്ളേർക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഭയമാണ്, ഏറ്റവും പേടിയാണ്. പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ നമ്മൾ ബേസ് മുതൽ ഇത് പിള്ളേരെ കുട്ടികളെ പഠിപ്പിച്ച് അവരെ പ്രോബ്ലംസ് ചെയ്യാനും പ്രാപ്തരാക്കുക. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് പ്ലസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോച്ചിങ്ങിൻ്റെ പ്രധാന എയിം. അപ്പം അതിനുവേണ്ടി നമ്മൾ വീക്ക്ലി 2 എക്സാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ മാസവും ക്യുമുലേറ്റീവ് എക്സാമും നമ്മൾ നടത്തുന്നുണ്ട്. ക്യുമുലേറ്റീവ് എക്സാം കഴിഞ്ഞ തവണ നടത്തിയില്ല, ഇത്തവണ നമ്മൾ ക്യുമുലേറ്റീവ് എക്സാമും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യുമുലേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ അത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെ ആ ഷോർട്ട് സ്പാനിൽ എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ള അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ വർക്കൗട്ട് പ്രോബ്ലംസ് നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ്. നമ്മളിപ്പോൾ വീക്കിലി 4 ലൈവ് ക്ലാസ്സുകളല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ലൈവ് ക്ലാസ്, 4x2 8 മണിക്കൂർ, ഒരു വീക്ക് 8 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതല്ല, ആപ്പിൽ അവർ കാണുന്നത് വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൽ
നമ്മുടെ ഗൈഡൻസോടുകൂടി പിള്ളേർ പ്രോബ്ലം ചെയ്യുമ്പം അവർക്ക് വരുന്ന തെറ്റുകൾ അവർക്ക് ലൈവായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർക്ക് വരുന്ന സംശയങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് തീർത്തു കൊടുക്കാം. അപ്പം അങ്ങനെ ലൈവ് ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ അവസാനം മോഡൽ എക്സാമുകൾ നടത്തുക, കൂടുതലും മോഡൽ എക്സാമുകൾ. അപ്പം അങ്ങനെ ചെയ്യുക വഴിയാണ് നമ്മൾ ഈ ഒരു JRF വിക്ടറി ബാച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരി, ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ എഴുതാൻ പോകുന്നവർക്ക് എപ്പോഴും ഒരു ഭയമാണ്, ഇത്രയും പ്രോബ്ലംസ് ഒരുമിച്ച് കാണുമ്പോൾ അതെന്തായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ 2-3 വട്ടം ഈ ഒരു മോഡൽ എക്സാംസ് എഴുതുമ്പോൾ ആ ഒരു ഭയം മാറുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മ വരും. അതായത് നമ്മളിപ്പോൾ 5 മോഡൽ എക്സാം നടത്തുന്നുണ്ടെങ്കിൽ 5ാമത്തെ മോഡൽ എക്സാമാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. ആദ്യത്തെ മോഡൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ മോഡൽ എക്സാം ആദ്യം പഠിച്ച കാര്യങ്ങൾ പിന്നെ നമ്മൾ പഠിക്കുന്നില്ല, പിന്നെ പുതിയതായിട്ട് പഠിച്ചിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി പഠിച്ചിട്ടാണ് 2ാമത്തെ എഴുതുന്നത്. അങ്ങനെ ഓരോ തവണയും റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ 5ാമത്തെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ ഒരു എങ്ങനെയാണോ CSIRന് നമ്മൾ അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പൊതുവേ കണ്ടുവരുന്ന എൻ്റെ പഠനകാലം മുതൽ പഠിപ്പിക്കുന്ന ഈ ഒരു കാലം വരെ ഞാൻ കണ്ടുവരുന്നത്, നമുക്ക് മോഡൽ എക്സാമിനോ അല്ലെങ്കിൽ ക്ലാസ്സിലെ എക്സാമിനോ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടോ ±5% നമ്മൾ ഫൈനൽ എക്സാമിന് കിട്ടുള്ളൂ. അത് എഴുതി വെക്കേണ്ട ഒരു സത്യമാണ്. അത് എവിടെയും അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്ക് ഫൈനൽ മോഡൽ എക്സാമിന് ഒരാൾക്ക് 100 മാർക്ക് കിട്ടിയെങ്കിൽ അയാൾക്ക് 100 ±5% ആയിരിക്കും അയാളുടെ ഫൈനൽ എക്സാമിൻ്റെ, അതായത് CSIRൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവും വരികയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ക്ലാസ്സുകളിലെ പെർഫോമൻസ്, നമ്മുടെ എക്സാമുകളിലെ പെർഫോമൻസ്, മോഡലിൻ്റെ പെർഫോമൻസ്, ഇതൊക്കെ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഇൻപുട്ട് ഇട്ടാലേ നമുക്ക് അവസാനത്തേക്ക് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ, പഠിച്ചു തുടങ്ങേണ്ടതും ഇപ്പോൾ. ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത് നേടാവുന്നതേ ഉള്ളൂ. അതെ, പഠിക്കുന്നത് അവസാനം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകും. അതും വേറൊരു പോയിന്റാണ് കേട്ടോ, മിസ് പറഞ്ഞത് ഓർപ്പിച്ച് നന്നായി. നമ്മളിപ്പോൾ ആദ്യം ഒരു എക്സാം, നമ്മൾ മോഡൽ എക്സാം നമുക്ക് പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡ് ഇങ്ങനെയാണ്. ആദ്യത്തെ മോഡൽ എക്സാം നമ്മൾ അനൗൺസ് ചെയ്തു, നമുക്ക് 100 പേരുണ്ടെങ്കിൽ 100 പേരും ആദ്യത്തെ മോഡൽ എക്സാം എഴുതിയിരിക്കും. 2ാമത്തെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മാർക്ക് അനൗൺസ് ചെയ്യും. മാർക്ക് അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പേർക്ക് നല്ല മാർക്ക്, അവസാനം വരുന്നവർക്ക് മാർക്കേ കാണുകയില്ല. പിന്നെ 2ാമത്തെ മോഡൽ എക്സാം അനൗൺസ് ചെയ്യുമ്പം ഈ അവസാനം വന്നവരെ പിന്നെ കണി കാണാൻ കിട്ടത്തില്ല, ആ വഴിയില്ല പിന്നെ അവർ. പിന്നെ 20 പേരായിരിക്കും നമുക്ക് ഫൈനലായിട്ട് മോഡൽ എക്സാം എഴുതുന്നത്. ആദ്യം 100 എഴുതി പിന്നെ അത് 5-1 മാറി. ഈ 5-1 ആൾക്കാരും അവരും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അവരും അവരുടെ തൊഴിൽ, അവരുടെ ജോലി, എങ്ങനത്തെ തിരക്കുകൾക്കിടയിലാണ് അവരിത് പഠിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഓൺലൈനായിട്ട് കോച്ചിങ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റ് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അപ്പം അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ കൂടുതൽ സമയം ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൂടുതൽ സമയം അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് CSIR ഫിസിക്സ് പോലത്തെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ചെപ്പടി വിദ്യകൾ കൊണ്ടോ കുറച്ച് സമയം ഇത് പഠിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല. നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം റിട്ടേൺസേ നമുക്ക് കിട്ടുള്ളൂ. മറ്റേ എക്സാം പോലെ നമുക്കൊരു ഭാഗ്യത്തിന് കിട്ടിയതാണ് എനിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും പെരിഫറൽ നോളജ് കൊണ്ട് CSIR കിട്ടി എന്നൊരാൾക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. കറക്കി കുത്തി നേടി എന്ന് ഒരാളും അവകാശപ്പെടാൻ പറ്റത്തില്ല ആ എക്സാമിന്. അതാണ് ഞാൻ പിള്ളേരോടും പറയുന്നതാണ്. നിങ്ങൾ CSIR ഫിസിക്സ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പിന്നെ സിവിൽ സർവീസ് മെയിൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാം, ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ സിവിൽ സർവീസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന 2-3 പിള്ളേർ ഇതിൻ്റെ കോച്ചിങ്ങിനും പോകുന്ന ആളാണ്, മീൻസ് സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകുന്ന ആൾ. അപ്പോൾ അവർക്ക് ഫിസിക്സിൻ്റെ കോച്ചിങ് അല്ല അവർ പോകുന്നത്, അവർ പോകുന്നത് മറ്റ് പേപ്പറുകളുടെ കോച്ചിങ്ങിനൊക്കെയാണ്. അപ്പം ഇതിൻ്റെ മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ CSIRൻ്റെ വെച്ച് നോക്കുമ്പോൾ അതിന് 3-1 സിലബസ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് CSIR പഠിക്കുന്ന ഒരാൾക്ക് ഇതും ചെയ്യാൻ പറ്റും. അപ്പോൾ CSIR പഠിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ടോപ്പ്. പിന്നെ അതിൻ്റെ കീഴോട്ട് ഫിസിക്സ് മെയിൻസ് ആയിട്ട് വരുന്ന ഏത് എക്സാമും അവർക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഗേറ്റ്, സിവിൽ സർവീസ്, പിന്നെ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോൾ ATC എക്സാം, ഇങ്ങനത്തെ ഇഷ്ടംപോലെ സ്റ്റാർ വാല്യൂ ഉള്ള എക്സാമുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതും ഐഡൻറ്റിഫൈ ചെയ്ത് ആദ്യം CSIR പഠിക്കുക, അതിനുശേഷം ഇങ്ങനത്തെ എക്സാമുകളും കൂടി അങ്ങോട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തൊഴിലിലേക്കും എത്തിപ്പെടാൻ പറ്റും.
അതാണ് നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഒരു ഗുണം. കോച്ചിങ്ങോടുകൂടി പഠിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇത് പഠിക്കാനും പറ്റും. ബാക്കി എക്സാമുകൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു കോച്ചിങ്ങോ ഒരു മോണിറ്ററി ബേർഡനോ കൂടാതെ അവർക്ക് പഠിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കിട്ടിയല്ലേ, ഒത്തിരി ഉണ്ടായിരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ JRF വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയാണ് സാർ. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിലൊക്കെ സാറിൻ്റെ ക്ലാസ്സാണുള്ളത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ +2 ലെവലിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ MSc നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ കാണാതെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പോലും മനസ്സിലാക്കാതെ ആയിരിക്കും നമ്മൾ എക്സാം എഴുതിയേക്കുക. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒത്തിരി അതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക്. CSIR മാത്രമല്ല വേറെ ഏതൊരു എക്സാം എഴുതിയാലും. പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്. അപ്പോൾ അതെല്ലാം നമുക്ക് വീക്ക്ലി ഒരു 3 to 4 ലൈവ് ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് പെടുന്നവർ എന്തായാലും ഈ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വരുന്ന CSIR ഡിസംബർ CSIR നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.